ഞാൻ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. 199 രൂപ അടയ്ക്കാഞ്ഞിട്ട് എൻ്റെ വീട്ടിലെ പീസ് ഊരി കൊണ്ടുപോയി, മീറ്ററും കാര്യങ്ങളൊക്കെ ഊരി കൊണ്ടുപോയി. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ 199 ഉറുപ്പ്യ അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ ആ 199 രൂപ അടച്ചപ്പോൾ എന്നാ കണക്ഷൻ തരിക ചോദിച്ചപ്പോൾ ഛർദ്ദിച്ച് ഞങ്ങൾ തിന്നാറില്ല പറഞ്ഞു. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞേ ചോദിച്ചു. യുടെ പേര് കൂടി ഒന്ന് പറഞ്ഞേ. ബാലകൃഷ്ണൻ, ചേലക്കര. ബാലകൃഷ്ണൻ. അപ്പൊ എന്താ അത് അങ്ങനെ ചെയ്ത ചോദിച്ചപ്പോ പറഞ്ഞു, ഇനി ഈ കറണ്ട് തരാൻ പറ്റില്ല, ഇനി നിങ്ങൾ വേണമെങ്കിൽ പുതിയ കണക്ഷൻ എടുത്തോളിയും പറഞ്ഞു. അപ്പൊ എന്താ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്, പൈസ അടയ്ക്കാനുള്ളത് അടച്ചില്ലേ, പിന്നെ നിങ്ങൾ ഈ മീറ്ററും സാധനങ്ങൾ ഊരിക്കൊണ്ടുമ്പോൾ നിങ്ങളത് നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ സാറേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് KSEB ഇങ്ങനെ ചെയ്യാൻ പറ്റും. ലോകം കേരളത്തെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് ബിനോയ് സാറേ. എന്നിട്ട് ഞാൻ നമ്മുടെ മന്ത്രിയുടെ വടക്കാഞ്ചേരി കരുതലും കൈത്താങ്ങലും സാറേ അദ്ദേഹത്തിന് പറയാനൊരു വേദി, പറയാനൊരു വേദി കിട്ടിയപ്പോ അദ്ദേഹം വന്നു. ഇത് കേക്കു സാറേ, അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ് ഇത്. വടക്കാഞ്ചേരി പള്ളിയിൽ വെച്ച് കരുതലും കൈത്താങ്ങലിനും മന്ത്രി K. രാജൻ ഓർഡർ ഇട്ട് തന്നു 10 ദിവസത്തിനുള്ളിൽ ഈ കറണ്ട് കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ട്. എന്നിട്ട് ചേലക്കര അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, കറണ്ട് മന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും തരാൻ പറ്റില്ല, ഇത് KSEB തീരുമാനിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചെയ്തു തരാം, നിങ്ങൾക്ക് സപ്ലൈ ഓഫീസിലേക്ക് ഒരു കടലാസ് എഴുതി തരാം. നിങ്ങളുടെ വീട്ടിൽ വൈദ്യുതി ഇല്ല, അതുകൊണ്ട് നിങ്ങൾ സപ്ലൈ ഓഫീസിൽ നിന്ന് മണ്ണെണ്ണ മേടിച്ച് കത്തിച്ച് ജീവിച്ചോളൂ പറഞ്ഞു. രേഖ വേണമെങ്കിൽ ഞാൻ തരാം, അതിലുണ്ട് രേഖകളൊക്കെ. രേഖ വേണോ? രേഖ വേണമെങ്കിൽ അതിലുണ്ട്. രേഖ വേണോ? ചേലക്കരയിൽ അല്ല, ഒരു മിനിറ്റ്, ഇതിലുണ്ട് രേഖ. വിഷയം 195 രൂപ അടച്ചാൽ കണക്ഷൻ തരാമെന്ന് പറഞ്ഞു. 199 അദ്ദേഹം അത് അടയ്ക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല, കണക്ഷൻ കിട്ടിയിട്ടില്ല. ഇനി അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നവർ ആ 199 രൂപ കൂടെ കൊടുക്കുകയാണെങ്കിൽ കണക്ഷൻ കിട്ടും. നമ്മളൊക്കെ വീട്ടിൽ ഒരു പാവപ്പെട്ട ഒരാളെ ഒരവസരം അദ്ദേഹത്തിന് തുറന്നു പറയാനുള്ള ഒരു അവസരത്തിനായിട്ട് അദ്ദേഹത്തെ എന്തിനാ ഇങ്ങനെ അപമാനിക്കുന്നത്? നിങ്ങളെ മുഖ്യമന്ത്രി പറയുന്നു വീണ്ടും പോയി ചോദിക്കുന്നത്. അതുപോലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്തിനാ? അദ്ദേഹം പറയാനുള്ള പറയട്ടെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ്. രൂപ അടയ്ക്കാനില്ലെങ്കിൽ അദ്ദേഹം അത് അയോട് പറയണം 199 രൂപ അടയ്ക്കാനില്ല. ഇങ്ങനെയുള്ള മറുപടി യൂണിയന്റെ ആളായിരിക്കും. അടച്ചിട്ട് കണക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പരിശോധിക്കാം. LDF അല്ലാതെ മറ്റാരുണ്ട് കേരളത്തിൽ ചെയ്യാൻ? അടച്ചിട്ട് കണക്ഷൻ കിട്ടാത്തതാണെങ്കിൽ 199 രൂപ അടച്ചു. പരിശോധിക്കാം. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ പരിശോധിക്കാം. അദ്ദേഹം അടച്ചിട്ട് കണക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അതാ പറയണ്ട, അല്ലാതെ അദ്ദേഹത്തെ ആരെങ്കിലും വിളിച്ചോണ്ട് വന്നു. ഈ ആളുകൾ മുഴുവൻ ബില്ലടച്ചിട്ട് കണക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വസിക്കുമോ? നിങ്ങൾ പറയുമ്പോ വിശ്വസിക്കുന്ന നുണകൾ പറയുമ്പോ പാഞ്ഞാൾ പഞ്ചായത്തിലെ 8/134 നമ്പർ വീടിലെ വൈദ്യുതി കണക്ഷൻ സംബന്ധിച്ച് തലപരിശോധന നമ്മള് ഇനി മറ്റേ ശങ്കരാടിയുടെ രേഖയല്ല, ഇത് ഒറിജിനൽ രേഖയാണ്. പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ എന്താണെന്ന് അവിടെ പരിശോധിക്കാം. അദ്ദേഹം നുണ പറഞ്ഞു എന്നാണ് ബിനോയ് പറഞ്ഞത്. അത് ശരിയല്ല. ഒരു വയസ്സായിട്ടുള്ള അതല്ല മറുപടി, അതല്ല ശ്രീ ബിനോയ്. ചേലക്കരയിൽ കോൺഗ്രസ് ഉണ്ട്, അതുകൊണ്ട് കോൺഗ്രസിനോട് പോയി പറയണമെന്നല്ല. നിങ്ങളാണ് ഭരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം നിങ്ങളാണ് ഭരിച്ചത്. ഇതുപോലുള്ള പാവപ്പെട്ടവർ ഇത്തരം വേദികളിൽ അവരുടെ ഗ്രീവൻസസ് പറയുമ്പോൾ അത് അഡ്രസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഭരണത്തിൽ
വേദിയിലിരിക്കുന്നവരുണ്ട്, അല്ലാതെ കോൺഗ്രസിനോട് പറ, ബി ജെ പിയോട് പറയാനല്ല. ഒരു അവതാരം പറയട്ടെ. അദ്ദേഹം ആദ്യം പറഞ്ഞെന്താ, ഒരു മിനിറ്റ് ഒരു സൈലന്റ് ആവ്. അദ്ദേഹം ആദ്യം പറഞ്ഞെന്താ, ഞാൻ 199 രൂപ അടയ്ക്കാണ്ടായിരുന്നു, എന്റെ കണക്ഷൻ കട്ട് ചെയ്തു. അങ്ങനെയല്ല പറഞ്ഞത്. കേൾക്കാത്ത പോലെ നടിക്കുന്നതാണ്. കാര്യം പറഞ്ഞു. ഈ അദ്ദേഹത്തെ താങ്കൾ പറഞ്ഞു ആരോ അദ്ദേഹത്തെ വിളിച്ചിവിടെ കൊണ്ടുവന്നുള്ള. അദ്ദേഹം പറഞ്ഞു മന്ത്രിക്ക് പരാതി കൊടുത്തു, മന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് നടന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞെന്താ, പിന്നെ കോൺഗ്രസ്സുകാരനോടാണോ പറയണ്ടേ? കണക്ഷൻ പൈസ അടയ്ക്കാത്തോണ്ടാണ് അടച്ചിട്ട്. അങ്ങനെ പറഞ്ഞില്ല. ഒരു മിനിറ്റ് പറയാനുള്ളത് ഇങ്ങനെയുള്ളവരാണ് പറയേണ്ടത്. ജനസഭയിൽ പറയും. ഓഫീസിലെ നാരായണേട്ടനോട് ചോദിക്കൂ, എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ചോദിക്കൂ, നാരായണേട്ടനോട് ചോദിക്കൂ, നിങ്ങൾ ആദ്യം പറഞ്ഞത് നാരായണേട്ടനോട് ചോദിക്കൂ. ഇനി നിങ്ങൾ എന്തായാലും ഒരു മിനിറ്റ് ബിനോയ്, അതേ രേഖകൾ അടക്കം ആണ് വന്നത്. ഒരു മിനിറ്റ് ഈ ബിനോയ് പറഞ്ഞു, അദ്ദേഹം ആദ്യം പറഞ്ഞു തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പുറത്തിയാടി. എന്താ ബിനോയെ, ബി ജെ പിക്കാർക്കോ കോൺഗ്രസ്സുകാരോ ആണെങ്കിൽ കേരളത്തിൽ നിങ്ങളുടെ പാർട്ടിയുടെ ആളുകൾക്ക് മാത്രമാണോ വെളിച്ചം കാണാനുള്ള അധികാരമുള്ളൂ, കറണ്ട് കിട്ടാനുള്ള അവകാശമുള്ളൂ എന്ന് പറയാൻ വേണ്ടി അത് കണക്ഷൻ കട്ട് ചെയ്ത് രണ്ടാമത് പുനഃസ്ഥാപിച്ചില്ലെന്ന് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല. അവിടെ പൊതുപ്രവർത്തകരുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം നടക്കാത്തതുകൊണ്ടാണല്ലോ വന്നത്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഒരു കാര്യം അദ്ദേഹത്തെ അപമാനിക്കാൻ പറഞ്ഞു. പറഞ്ഞു കൊടുക്കുമ്പോ ശരിയായ അങ്ങനെ പറയരുത് ബിനോയ്, പ്ലീസ്. നിങ്ങൾ ഈ പിണറായി വിജയന്റെ സമീപനാണോ എല്ലാ സഖാക്കൾക്കും? പിണറായി വിജയനോട് വീട്ടിൽ പോയി ചോദിക്കുന്നു പറഞ്ഞ അതേ സമീപനാണ് ഇപ്പൊ പറയുന്നത്. ചേലക്കരയിൽ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, മട്ടാഞ്ചേരിയിലേക്ക് വരാൻ പാടില്ല എന്നെങ്ങനെയാ പറയുന്നത്? അത് സത്യമാണെന്ന് വിശ്വസിക്കും. ഈ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, ഈ സമീപനം ശരിയല്ല. ഒരു പൊതുപ്രവർത്തനം വിഷയത്തിൽ ഇടപെട്ട്